ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നന്ദുവിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നന്ദുവിൻ്റെ കൂടെ പോയി അച്ഛനോടും അമ്മയോടും താമസിക്കാൻ നയന പറയുക, ഇവരുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. നന്ദുവിൻ്റെ ആ ഒരു മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എനിക്കൊരു സംശയമെന്ന് നയന അന്നേരം ഇവരോട് ഇങ്ങനെ പറയുകയും ചെയ്തു. അങ്ങനെ നന്ദുവും അനിയും വലിയൊരു പ്രശ്നമായി നിൽക്കുവാണ്. അത് സത്യമാണ്. ഇതിനു മുൻപ് അവൾ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഒന്നിനെപ്പറ്റിയും ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാറില്ലായിരുന്നു. ഇതിപ്പോൾ ഏത് നേരവും ഒറ്റയ്ക്കിരുന്ന് ഓരോ ചിന്തകളാണെന്ന് നവ്യയും പറയുമ്പോൾ അത് തന്നെ മോളെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്നാ ജോത്സ്യൻ അവളെ പറ്റി പറഞ്ഞത് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നതല്ലേ എന്ന് കനകൻ ചോദിച്ചു. നിങ്ങളെയൊക്കെ പറ്റി അദ്ദേഹം പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ ഫലിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം ഇനിയിപ്പോൾ അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ അത് സംഭവിക്കട്ടെ അമ്മയെന്ന് നവ്യ പറയും. അപ്പോഴേക്കും അച്ഛനും അമ്മയും അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. നമുക്ക് എത്ര നാൾ പിടിച്ചു വയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നീ എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പം അവളൊരു അഹങ്കാരിയാ അനാമിക. അവളെപ്പോലെ ഒരുത്തിക്കൊപ്പം ആർക്കും പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു നവ്യ പറയുമ്പോൾ അതിപ്പോൾ നീയും അഹങ്കാരി ആയിരുന്നില്ലേ? സ്വന്തം അനിയത്തിമാരെ തള്ളി പറഞ്ഞിട്ട് നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയിട്ടിരുന്നത് ഇതിന് മുൻപെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. പെൺകുട്ടികളാകുമ്പോൾ അങ്ങനെയുള്ള സ്വാർത്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോഴേ അതൊക്കെ അങ്ങ് മാറും. എന്തായാലും അനിയും നന്ദുവും ഒന്നിക്കാൻ പാടില്ല മോളെ, അത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഈ പാടില്ല എന്ന് പറഞ്ഞ് അനി അവളുടെ പിന്നാലെ നടക്കുകയല്ലേ, പിന്നെ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു നവ്യ. ഇവിടുന്ന് രാകേഷും വിഘ്നേഷുമാണ് കൂട്ടിക്കൊണ്ട് പോയത്. അതിന് പിന്നിലും അനിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്നൊക്കെ നമ്മുടെ നവ്യ ഇങ്ങനെ പറയുകയും ചെയ്തു. ആവാനാണ് സാധ്യതയെന്നും അനി അവന്മാരെ പറഞ്ഞു വിട്ടിട്ട് എവിടെയെങ്കിലും മാറി നിന്ന് കാണുമെന്നും നയനയും പറഞ്ഞു. എന്നിട്ട് അവർക്കൊപ്പം നന്ദുവിനെ യാത്രയാക്കാനായിട്ട് അവൻ പോയി കാണുകയും ചെയ്യുമെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളുടെ ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും എനിക്ക് നന്ദുവിനെ വിളിക്കാമല്ലോ, തിരിച്ചും അങ്ങനെ ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ അവൾക്കതിന് ആഗ്രഹം ഉണ്ടെങ്കിലും അവൾ വിളിക്കില്ല അച്ഛാ, അത് ഭാവിയിൽ വലിയ അപകടം ഉണ്ടാക്കുമെന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ജോത്സ്യൻ അവർ ഒന്നിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിനോട് പറയാം അങ്ങനെ ഒരു അപകടം സംഭവിക്കരുതേ എന്ന്. പ്രാർത്ഥന കൊണ്ട് മാറാത്തതായിട്ടൊന്നും ഇല്ലല്ലോ അമ്മയെന്നൊക്കെ നയന ഇങ്ങനെ അവിടെ നിന്ന് ഇവരോട് പറയുക. അങ്ങനെ ഇവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ കാണിക്കുന്ന അജയനും അനിയും ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദർശിൻ്റെ ഒരു ഇത് കണ്ടിട്ട് നീ എവിടുത്തെ അനിയനാടാ എന്ന് ചോദിച്ചു. അവൻ്റെ ദേഷ്യം മാറ്റിയെടുക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ലേ എന്ന് അജയൻ ചോദിച്ചു. അച്ഛാ, അച്ഛനും വലിയച്ഛനും പറ്റാത്തതാണോ ഇനി ഞാൻ ഇടപെട്ട് ശരിയാക്കാൻ പോകുന്നതെന്ന് അനി അന്നേരം ഇവരോട് ചോദിച്ചു. അവൻ ഉടക്കി നിന്ന് കഴിഞ്ഞാൽ പറഞ്ഞു തിരുത്താനേ ഭയങ്കര പാടാണെന്ന് ജയൻ അന്നേരം പറയുക. അപ്പോഴാണ് ആദർശ് ഭയങ്കര കലിപ്പിൽ ഇറങ്ങി വരുന്നത്. ആദർശിനെ കണ്ടപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുക, ആദർശിനൊന്ന് മെരുക്കിയെടുക്കാൻ നോക്കണം എന്നുള്ളൊരിതിലെ. അപ്പോൾ ആദർശം ഇറങ്ങി വരുന്നു. നിന്നെക്കുറിച്ചാണ് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ജയൻ പറയുക. നിന്നെ എങ്ങനെയെങ്കിലും നയനയുമായിട്ട് ഒന്നിപ്പിക്കണമെന്ന് ഇവൻ പറഞ്ഞപ്പോൾ നിന്റെ ഭാഗത്താണ് ശരി, അതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അനിയുടെ കാല് വാരി ജയൻ ആഹാ കൊള്ളാലോ, ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയോ എന്ന് അനി ഇവരോട് ചോദിക്കും. എടാ, പ്ലേറ്റ് ഒന്നും മാറ്റിയിട്ടില്ല, ഏട്ടൻ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് അജയൻ. എടാ, നിനക്ക് എന്തിൻ്റെ കേടാടാ എന്ന് ആദർശ് ചോദിച്ചപ്പോൾ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല ഏട്ടാ നനി. ആര് പറഞ്ഞാലും ശരി നയനെ കാണിച്ചത് നന്ദികേട് തന്നെയാണെന്നും അതെനിക്ക് അങ്ങനെ പൊറുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ പറയുവാണേ. നയനമോളും വാശിയുള്ള കൂട്ടത്തിൽ തന്നെയാണെന്നും പിന്നെ ഈ അടുത്ത സമയത്താണ് അവളൊന്ന് ഒതുങ്ങിയൊക്കെ പോകുന്നത്. അങ്ങനെയുള്ള ആളെ വാശി പിടിപ്പിച്ച എന്ന് ജയൻ ചോദിക്കുമ്പോൾ വാശി പിടിപ്പിച്ച എന്താ കുഴപ്പമെന്ന് ആദർശ് ചോദിച്ചു. അവളുടെ പാട്ടിന് പോകുമായിരിക്കും, പോയിക്കോട്ടെ എന്ന് ആദർശ്. എൻ്റെ ഭാഗത്ത് ന്യായമുള്ളിടത്തോളം കാലം ഞാനതൊന്നും കാര്യമായിട്ട് എടുക്കാൻ പോകുന്നില്ല എന്നും ആദർശ് പറയുവാണ്. അപ്പോൾ പാലം കടക്കുന്നത് വരെ നാരായണ, പാലം കടന്നു കഴിഞ്ഞപ്പോൾ കൂരായണ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പം നയനയുടെ കാര്യം. ഇതൊക്കെ കേട്ട് ദേവയാനി അങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോൾ ദേവയാനിയുടെ മുഖത്താണെങ്കിൽ ആകെ സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. അപ്പോൾ ദേവയാനി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അങ്ങോട്ട് വരുന്നത് ആദർശ് കണ്ടു. പക്ഷെ ഇവരെ കണ്ടപ്പോഴത്തേക്കും ദേവയാനി ആ ഭാവമൊക്കെ മാറി. അമ്പലത്തിൽ പോയിട്ട് ഇപ്പോഴാണോ എത്തിയത് എന്ന് ജയൻ ചോദിക്കാം. ഒരമ്പലത്തിലല്ല, ഒരുപാട് അമ്പലങ്ങളിൽ പോയി എന്ന് പറയുമ്പോൾ എന്നിട്ട് നെറ്റിയിലും കയ്യിലൊന്നും പ്രസാദം ഇല്ലല്ലോ ഏട്ടത്തി എന്ന് അജയൻ ചോദിച്ചു. അനിയോടെ ഇരുന്ന് ചിരിക്കാം. നല്ല ചൂടല്ലേ, ഇടയ്ക്കൊന്ന് മുഖമൊക്കെ കഴുകി ആ സമയത്ത് പോയതായിരിക്കും എന്നതേ ദേവയാനി കള്ളം പറയുക. ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ഇവർ ആദർശിൻ്റെ ഭാവമൊക്കെ കണ്ടിട്ട് ദേവയാനി ആദർശിനെ ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ ഒരു മാറ്റവും ആദർശിന് തോന്നുന്നില്ല ദേവയാനിക്ക്. നീ എന്തിനാടാ മുഖം വീർപ്പിച്ചിവിടെ കയറിയിരിക്കുന്നതെന്നതേ ദേവയാനി അന്നേരം ആദർശിനോട് ചോദിച്ചു. അത് ചിലപ്പോൾ മുഖത്ത് നീര് വന്നതായിരിക്കും എന്ന് ആദർശ് അമ്മയോട് പറയണം. നീര് വരാൻ എന്താ, നിന്നെ ആരെങ്കിലും തല്ലിയായിരുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞ വല്ലാത്തൊരു ഇഷ്ടക്കേടോടുകൂടി നോക്കുക. അപ്പം നീ എന്താ ഒന്നും പറയാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല അമ്മേ, ഞാൻ എന്ത് പറയാനാ? അല്ല, അമ്പലത്തിലൊക്കെ പോയിട്ട് അമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചല്ലോ അല്ലേന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിലോട്ട് പോകുന്നത്, അല്ലാതെ പരാതി പറയാനായിട്ടൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി. ഇവനും ഇവൻ്റെ ഭാര്യയായിട്ട് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. നയനെ ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചായിരുന്നു,
ഇവൻ വിളിക്കുന്നില്ലെന്നും പറഞ്ഞ്. അല്ല, അത് പറഞ്ഞപ്പോൾ ഏട്ടത്തിക്ക് എന്താ ഒരു വിഷമം പോലെ ഇന്ന് അജയൻ പെട്ടെന്ന് ചാടി കയറി ചോദിച്ചേ. ദേവയാനി നേരത്തേക്കും ഭയങ്കര തക്കെയായിട്ട് നിൽക്കുക. അതിനൊക്കെ കയറി വിഷമിക്കുന്നത്? നമ്മളെക്കാളും വളർന്നില്ലേ നമ്മുടെ മക്കള്? അപ്പം പിന്നെ അവരുടേതായ ചില ചിട്ടകളും രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പോകുന്നതാ നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മളിങ്ങനെ ഇതിനെപ്പറ്റി പറയുമ്പോൾ ദേ ഇരിക്കുന്ന ഒരുത്തെ സ്വന്തം ഭാര്യയെ മൈൻഡ് പോലും അവൻ ചെയ്യത്തില്ല. എന്നിട്ട് അച്ഛനായി നിനക്ക് അവനെ പറഞ്ഞ് തിരുത്താൻ പറ്റുന്നുണ്ടോ അജയാന്ന് ചോദിച്ചുകൊണ്ട് വിഷയം മാറ്റി ദേവയാനി. ഇവിടെ പറഞ്ഞു നിർത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ദേവയാനി. അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയില്ലേ? നമ്മുടെ മോൻ അവൻ്റെ ഭാര്യയെ തള്ളിക്കളഞ്ഞ നിനക്ക് സന്തോഷമല്ലേ ദേവയാനി എന്ന് അജയൻ അന്നേരം ദേവയാനിയോട് ചോദിച്ചു. ഞങ്ങൾക്കൊക്കെ അല്ലേ അതിൻ്റെ പേരിൽ വിഷമം ഉണ്ടാകത്തുള്ളൂ. എന്താ ഇവൻ അവളെ കളയാൻ പോവുകയാണോ എന്ന് ചോദിച്ചു ദേവയാനി. അപ്പം എന്തോ നയനെ ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നാണ് ഇവൻ പറയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് ഭയങ്കര ടെൻഷനായേ. ദേവയാനിയുടെ ടെൻഷൻ ഇവരെല്ലാവരും നോക്കുന്നുണ്ട്. ഞങ്ങളെ അതിനിവനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പം അവളെപ്പോലെ ഒരു ഭാര്യയൊക്കെ ഇട്ടത് നിൻ്റെ ഭാഗ്യമാണെന്നൊക്കെയാണല്ലോ നീ നേരത്തെ പറഞ്ഞ് നടന്നിരുന്നത്. പിന്നെ ഇപ്പോഴെന്താ പെട്ടെന്ന് അതൊക്കെ അങ്ങ് മാറിയോ? ഇത്ര പെട്ടെന്ന് അത് മാറാനൊക്കെ തീരുമാനം മാറാൻ എന്താ കാരണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. നീ എന്താന്ന് വെച്ചാൽ ആയിക്കോ, എനിക്കിതിൻ്റെ പിന്നാലെ ഒന്നും നടക്കാൻ വയ്യ എന്ന് ദേവയാനി ഇങ്ങനെ മകനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ ദേവയാനി ഇത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവർ എല്ലാവരും ദേവയാനിയെ തന്നെ ഇങ്ങനെ നോക്കുക കേട്ടോ. ദേവയാനി ആണെങ്കിൽ നെഞ്ചിൽ പഞ്ഞി വെച്ചാൽ കത്തുന്ന പോലെ കയറിപ്പോയെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇവരെല്ലാവരും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക. ആദർശന് മാത്രം ഭയങ്കര കലിപ്പ്. ആദർശന് മുന്നിൽ ഇങ്ങനെ അഭിനയിച്ച് തകർക്കുന്നതേ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന് ആപ്പിളൊക്കെ മുറിച്ചൊക്കെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചോ ദേവയാനി? അമ്മ ചോദിക്കുമ്പോൾ പ്രാർത്ഥിച്ചല്ലോ, പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവരിങ്ങനെ ചിരിക്കുക മുത്തശ്ശനും മുത്തശ്ശിയെ. അല്ല എന്താ ഇത്ര വൈകിയ വരാനായിട്ട്? അന്നദാനം കഴിച്ചിട്ടാണോ മടങ്ങിയേ എന്ന് അമ്മ ചോദിക്കുമ്പം അതെ. അന്നേരം ഇവർ രണ്ടുപേരും ചിരിക്കുക. അപ്പോൾ ഏത് ക്ഷേത്രത്തിൽ നിന്നാ അന്നദാനം കഴിച്ചേ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി നിന്ന് ഉരുളോ. ഏത് ക്ഷേത്രത്തിലാ? ഒരു ക്ഷേത്രത്തിൻ്റെ പേര് പറയാനില്ല. അതിന് ഇത്രയും ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ദേവയാനി എന്ന് മുത്തശ്ശൻ. പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നും വല്ലതാണോ? അല്ല, നമ്മുടെ ഒരു കാവുണ്ടല്ലോ അവിടുന്ന്. അല്ല ഇത്തവണ എന്താ നീ ആരെയും വിളിക്കാതെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചത്? എന്തു പറ്റി ദേവയാനി? ഇപ്പോൾ അവൾ അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലത്തിലേക്കല്ലേ, അതുകൊണ്ട് പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ആക്കി പറഞ്ഞു. അച്ഛാ, ആദർശന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അച്ഛാ എന്ന് ദേവയാനി ഒന്നും അല്ലാത്ത പോലെ ചോദിക്കുമ്പോൾ അവനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ലെന്ന് ആരാ പറഞ്ഞതെന്ന് മുത്തശ്ശി. അവനെ നയനമോളും അവനും തമ്മിൽ എന്തൊക്കെയോ സൗന്ദര്യപ്പണക്കങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. അത് ശരിയാ, അത്ര നിസ്സാരമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അത്. പിന്നെ മകനെയും മരുമകളെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് കൂടെ നിർത്തേണ്ടത് നിൻ്റെ കടമയാണ് ദേവയാനി. അതിൽ വേറെ ആർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. നിനക്ക് നിൻ്റെ മരുമോളോട് ഇപ്പോൾ പഴയ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ദേവയാനി? അവളോട് എനിക്ക് ദേഷ്യവും ഇല്ല സ്നേഹവും ഇല്ല എന്ന് ദേവയാനി. അവളെ ഞാനിപ്പോഴേ അവളുടെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക, എനിക്ക് അവളെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല ഇപ്പം മരുമകൾ അടുക്കളയിലൊന്നും കയറ്റുന്നില്ലേ? അമ്മായിമ്മയാണ് മരുമകൾക്ക് വേണ്ടുന്നതൊക്കെ വെച്ച് വിളമ്പുന്നത്. അതുകൊണ്ടാട്ടോ ഇയാളങ്ങനെ ചോദിച്ചത്. ഞാൻ അടുക്കളയിൽ കയറുന്നതിൻ്റെ കാരണം എന്താണെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. പിന്നെ അന്ന് ഞാനേ അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് പാല് കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ മറ്റൊരാളുടെ കരൾ തുന്നിച്ചേർത്താണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ കരൾ ദാനം നൽകിയ പെൺകുട്ടി നാട്ടിലെത്തിയെന്നാണ് ജയൻ പറഞ്ഞത്, കേട്ടിരുന്നോ എന്ന് ചോദിച്ചപ്പം അതെ ജയനത് പറഞ്ഞായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയും. ഇങ്ങനെ ഒന്നും പറയാൻ അറിയാത്ത, അഭിനയിക്കാൻ അറിയാത്ത അച്ഛനും അമ്മയും എത്ര ഭംഗിയായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കുന്നതെന്ന് ദേവയാനി അന്നേരം മനസ്സിൽ ചിന്തിക്കുക. അപ്പം നീ എന്താ ദേവയാനി ആലോചിച്ചതെന്ന് ചോദിച്ചു അച്ഛൻ. ഒന്നുമില്ല അച്ഛൻ, ഞാനൊന്നും ആലോചിച്ചില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ല ആ പെൺകുട്ടിയെ പറ്റി നീ ഒന്നും തിരക്കുന്നില്ല, അതാ ചോദിച്ചതേ. അത് അല്ല തിരക്കിട്ടിപ്പോൾ എന്താ വെച്ചാൽ പ്രയോജനം? പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ. ആരോ ആ നല്ല പെൺകുട്ടിയെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. അതൊരു നല്ല പെൺകുട്ടിയാണ് ദേവയാനി, പേര് നയനയെന്നാണെന്നും കാഴ്ചയ്ക്ക് ഏതാണ്ട് അതുപോലെ ഇരിക്കും അല്ലേ? ഞാനതിനെ കണ്ടിട്ടില്ലല്ലോ എന്ന് മുത്തശ്ശി. ശരിയാന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ. അപ്പം ഞാൻ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒന്ന് കണ്ടായിരുന്നു. പിന്നെ എന്നാൽ പിന്നെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നതല്ലേ, വേഷമൊക്കെ മാറി നീ ഒന്ന് വിശ്രമിക്കാൻ നോക്കാൻ പറഞ്ഞു. വയസ്സാം കാലത്ത് ഇതുപോലുള്ള നേരം പോക്കൊക്കെ നല്ലതാ അല്ലേ വസുന്ധരയെന്ന് ചോദിച്ചുകൊണ്ട് ഭാര്യയോട് ദേവയാനി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുത്തച്ഛൻ പറയണു. രണ്ടുപേരും കൂടെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത്
മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജലജ വന്നു. എടാ, ഇവിടെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെടാ എന്ന് പറഞ്ഞു. എല്ലാവരും തമ്മിൽ എന്തൊക്കെയോ ആട്ടയ്ക്ക് സംസാരിക്കുന്നുണ്ടെടാ എന്ന് പറഞ്ഞു. അതുപോലെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത നടക്കുന്ന നിൻ്റെ അമ്മായിയുടെ നടപ്പെന്നൊക്കെ പറയുമ്പം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അഭി. എവിടേക്കോ അവരിടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു ദുരൂഹതയൊക്കെ ഉണ്ടെന്നിങ്ങനെ പറയുമ്പം എനിക്കതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ലമ്മേന്ന് അഭി. നീ ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലേ എന്ന് ജലജ മകനോട് ചോദിക്കുമ്പം അവളെ പ്രസവത്തിന് തയ്യാറെടുക്കല്ലേ, ആ സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് പോവണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പം നീ അവളെ സ്നേഹിച്ച് തുടങ്ങിയോ എന്ന് ജലജ മോനോട് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു കനലുണ്ടമ്മേ. അത് ആളിപ്പടരാതിരിക്കണമെങ്കിൽ എനിക്കിപ്പോൾ നവ്യയുടെ സപ്പോർട്ട് ഉണ്ടായേ പറ്റുള്ളൂ എന്ന് പറയുവാണ് ഈ അഭി. അപ്പോൾ വീണ്ടും ഏതെങ്കിലും ഏടാകൂടത്തിൽ നീ ചെന്ന് ചാടിയോടാ, അതാണോ നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുമ്പം ഇതുവരെ ചാടിയതൊന്നും മാത്രമല്ല കാര്യമാക്കേണ്ടതല്ലായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങനെയല്ലമ്മേ, അതിൻ്റെ താപനില അത് കുറച്ച് കൂടുതലാണെന്ന് അഭി പറയുമ്പോൾ എടാ എന്ത് ഗുരുമാലായാലും ശരി അവസാനം ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥയൊന്നും ഉണ്ടാക്കി വെച്ചേക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭിയുടെ ഫോണിലേക്ക് ആ കോള് വന്നു. അപ്പോൾ ഹലോ, നീ ഇതെവിടെയാ? ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഈ അനഘ. എങ്ങോട്ട്? വേറെ എങ്ങോട്ടാടാ? നിൻ്റെ വീട്ടിലോട്ട് തന്നെയാണെന്ന് പറയുമ്പം അയ്യോ അതിൽ നിന്ന് ഒരുങ്ങാൻ തുടങ്ങി. ഉടനെ ഞാൻ അവിടെ എത്തുമെന്നൊക്കെ പറഞ്ഞ് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഭയങ്കരമായിട്ട് പേടിക്കുന്നു. അഭി അതിൻ്റെ ജീവനും കൊണ്ട് ഇറങ്ങി ഓടി ആ പെണ്ണ് വരുന്നതിന് മുന്നേ തന്നെ ഓട്ടോയുടെ മുന്നിൽ ചെന്നു. അപ്പോൾ ഓട്ടോക്കാരന് അഭി പൈസ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോൾ അനഘേ നീ വെറുതെ സീൻ ഉണ്ടാക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം, എത്ര ഏട്ടാന്ന് ചോദിച്ചു. അപ്പോൾ പൈസയും പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കില്ലെന്ന് എനിക്ക് ഉറപ്പായി, അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ അവരെ ഏൽപ്പിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനഘ ഇങ്ങനെ അഭിയോട് കാര്യങ്ങളൊക്കെ പറയുക. അഭിയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പിന്നെ കൊച്ചിൻ്റെ അവസ്ഥയെപ്പറ്റിയൊക്കെ അനഘ ഇങ്ങനെ അഭിയോട് പറയുകയാണ്. എൻ്റെ കുഞ്ഞ് ആകെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ആരെ കാണണമെന്നറിയാതെ ഞാൻ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക, നിസ്സഹായി നിൽക്കുന്ന എൻ്റെ മോളുടെ രംഗം എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അവളുടെ കൈ പിടിക്കാൻ അവളുടെ അച്ഛൻ വേണം എന്നും പറഞ്ഞുകൊണ്ട് അനഘ പറയുമ്പോൾ നമുക്കിതിനൊരു പരിഹാരം കാണാം അനഘ എന്ന് പറഞ്ഞു. കാണാമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാണണം എന്നും അനഘ അഭിയോട് പറഞ്ഞു. പിന്നെ നീ ഇപ്പം എൻ്റെ വരവ് തടഞ്ഞു. നിൻ്റെ മുത്തശ്ശൻ്റെയും ഏട്ടൻ്റെയൊക്കെ നമ്പറേ എൻ്റെ കയ്യിലുണ്ടെന്ന് നീ മറക്കണ്ട, അവരെ ഒന്ന് വിളിച്ചാൽ മതി എൻ്റെ കാര്യം നടക്കാൻ, അതൊക്കെ നിൻ്റെ ഓർമ്മയിൽ വേണമെന്നും പറഞ്ഞ് അനഘ ഇവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ നീ അതിലേക്ക് എന്നെ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണെന്നും അനഘ പറയുകയും ചെയ്തു. ഇന്ന് വരെ പറഞ്ഞ വാക്ക് നീ പാലിച്ചിട്ടുണ്ടോ? എന്നോടെന്നല്ല, നീ സ്നേഹിച്ച ഏതെങ്കിലും ഒരു പെണ്ണിനോട് നീ ആ വാക്കുകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇനി ഞാൻ ഇതിൻ്റെ പേരിൽ വാക്ക് മാറ്റില്ല, ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇതിനൊരു പരിഹാരം കണ്ടിരിക്കുമെന്നും നീ എന്നെ വിശ്വസിക്കാനും പറയാം അഭി. അപ്പം നിൻ്റെ മകൾക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കിയിരിക്കും. എൻ്റെ അമ്മയാണേ സത്യം എന്ന് പറഞ്ഞപ്പം നീ സത്യമൊന്നും എൻ്റെ മുന്നിൽ ഇടണ്ട, അതിന് വലിയ വിലയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വന്ന് നീ എൻ്റെ മോളെ കാണാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മോളെ കാണണ്ടാന്ന് പറഞ്ഞു. അതെന്താ, നിനക്ക് മോളെ കണ്ടാൽ എന്താ കുഴപ്പം? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മോളുടെ അച്ഛൻ അനന്തപുരി തറവാട്ടിലെ വലിയ കാശുകാരനാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നിൻ്റെ പേര് പോലും ഞാൻ ആ കുഞ്ഞിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നും അനഘ അഭിയോട് പറയാം. എങ്കിലും മോള് ചോദിക്കുന്നുണ്ട് അവളുടെ അച്ഛനെ. അങ്ങനെയുള്ളപ്പോൾ ആ മോളെ നിനക്കൊന്നും ഒന്ന് കണ്ടുകൂടെ എന്ന് ചോദിച്ചു, ഒന്ന് എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല അനഘയെന്ന് പറഞ്ഞിട്ട് അഭി ഇതിനെ ഒഴിവാക്കി വിടുക. എന്നിട്ട് പിന്നെ അനഘയും പിടിച്ച് വണ്ടിയെ കയറ്റിയിട്ട് അങ്ങനെ ഇവനാണ് ഒഴിവാക്കാൻ നോക്കുമ്പോഴേക്കും നിൻ്റെ ഈ ക്രൂരത എൻ്റെ കുഞ്ഞിനോട് കാണിക്കരുതെന്ന് പറഞ്ഞാൽ അനഘ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അഭി അവിടെ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അഭിക്ക് ഒരു കോള് വന്നു. അങ്ങനെ കോള് വന്നത് പോലീസ് പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു. അത് പിന്നെ നമ്മുടെ ഇടനിലക്കാരനായിട്ട് നിന്ന് ആ പയ്യനെ പോലീസ് പൊക്കിയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു ഞെട്ടി അഭി. എന്നിട്ട് അവനെ പോലീസ് ശരിക്കും കുടഞ്ഞാലേ അവൻ സത്യങ്ങൾ വിളിച്ച് പറയുന്നുള്ള കാര്യം ഉറപ്പാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അഭി ആകെ പെട്ട് നിൽക്കുക. SI കുഴപ്പമില്ലാത്ത ആളാണ്, അതിന് മുകളിലേക്കുള്ളവർ കാര്യം മനസ്സിലാക്കിയാൽ നമ്മൾ പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാറിനെ വിളിച്ചത്, എത്രയും പെട്ടെന്ന് സാർ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ താൻ വെച്ചോ, ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുക. അപ്പോഴേക്കും ഒരാൾ കടയിലേക്ക് കയറി വന്നിട്ട് സാറേ, ഞാനിവിടെ സ്വർണ്ണപ്പണിക്കാരനായി കയറിയിട്ട് കാലം കുറേ ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിയോട് ഇയാൾ പറയാം. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൈകൾ ശുദ്ധമായിരുന്നു എന്നും ആദ്യമായിട്ടാണ് സാറിന് വേണ്ടി ഞാനൊരു തിരുമറി നടത്തിയതെന്നൊക്കെ ആ ചേട്ടൻ പറയുവാണേ. ഇതങ്ങനെ മൂർത്തി സാർ അറിഞ്ഞാൽ പിന്നെ കോടതി കയറ്റുകയോ ജയിലിൽ കയറ്റുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല.
ഒന്നെങ്കിൽ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലും, രണ്ടിലൊന്ന് എന്തായാലും ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കാര്യം താൻ താടോ ആലോചിക്കാത്ത നീ അഭി ചോദിക്കാം. എന്തായാലും നമ്മളൊരു ക്രിമിനൽ കുറ്റം ചെയ്തു, 2-3 ബ്രാഞ്ചുകൾ നോക്കി നടത്തിക്കൊണ്ടിരുന്ന എന്നെ ഇവിടുത്തെ വെറും ഒരു എംപ്ലോയി ആക്കി മാറ്റിയെന്നും അതോടെ എൻ്റെ വരുമാനവും നിലച്ചു, അതിനൊരു പരിഹാരം കണ്ടെത്താൻ ആ കള്ളക്കടത്ത് സ്വർണം വാങ്ങി ആഭരണമാക്കി അത് വിറ്റതെന്നൊക്കെ പറയുക അഭി. 2 പെൺമക്കളുള്ള തനിക്കും അതിൻ്റെ നേട്ടമൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മൂത്ത കുട്ടിയെ താൻ അതിൽ നിന്ന് അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ അന്ന് സാർ എനിക്ക് ഉറപ്പ് തന്നായിരുന്നു ഇതിൻ്റെ പേരിൽ ഒരു പോലീസ് അന്വേഷണം ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയായിരുന്നടോ എൻ്റെയും വിശ്വാസം. പക്ഷെ സ്വർണം കൊണ്ടുവന്ന പയ്യനെ പോലീസ് പൊക്കിയില്ലേ എന്ന് ചോദിച്ചു. അവൻ നമുക്ക് സ്വർണം തന്നതിൻ്റെ പേരിലല്ല പിടിക്കപ്പെട്ടത്, മറ്റൊരു കള്ളക്കടത്ത് കേസിലാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ അഭി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അടുത്ത ആൾ വരുന്നു. അങ്ങനെ അഭി ഇവയാളുമായിട്ട് ഇങ്ങനെ രഹസ്യം പറഞ്ഞ് അഭിയുടെ ചീട്ട് കീറുന്ന പണിയൊക്കെ അഭി ഉണ്ടാക്കി വെച്ചിരിക്കുക. അങ്ങനെ അഭിയും ഈ ആളും കൂടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ഫോൺ എടുത്ത് നവ്യ ഈ അഭിയെ വിളിക്കുമ്പോൾ ആ മോളെ എന്ന് ചോദിച്ചു. നീ എവിടെയാ? ഞാൻ നമ്മുടെ ഷോപ്പിലുണ്ടല്ലോ മോളെ, ഞാൻ ഉടനെ എത്താം എന്നിങ്ങനെ അഭി പറയുക. അയ്യോ വരാൻ പറയാനൊന്നും അല്ല കേട്ടോ ഞാൻ വിളിച്ചേ, പിന്നെ മോളെ കാണണം എന്നുള്ളൊരു ചിന്ത വന്ന സമയത്താണ് മോളുടെ വിളി വന്നതെന്ന് അഭിയെ തട്ടി വിടുക. എന്താ അഭി? ഒന്നുമില്ല, വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഭി നവ്യ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇപ്പം ഇതിനെ ഇടയ്ക്ക് കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണെന്നൊക്കെ പറഞ്ഞു. നീ എന്താ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചപ്പം അയ്യോ ഞാൻ കളിയാക്കിയതൊന്നുമല്ല, അതാണ് സത്യം, ഞാൻ എത്തി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഫോണൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ പോലീസിന് എങ്ങാനും എന്നെ പിടിച്ചാൽ ഞാൻ നടന്നൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തട്ടാൻ അവിടെ നിന്ന് നവ്യെ ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരിക്കുക. പാവം നവ്യ അവിടെ നിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും, ഇവനിപ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ, സ്നേഹം കൊണ്ടുള്ളൊരിതാണെന്ന് ഓർത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.